രാത്രി ഒരു 9 മണിക്ക് കഴിഞ്ഞപ്പോ വേഗം ഒരുങ്ങാണെന്നുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞേ വീണു. ഞാനും ചേച്ചിയും കേട്ട പാതി കേൾക്കാത്ത പാതി കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കി ഞങ്ങളും വേഗം ഒരുങ്ങി റെഡി ആയിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങിട്ടാ. കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കും അവള്. ഒരുപാട് ആൾക്കാരും തിരക്കും അതുപോലെ തന്നെ ചൂടെടുത്ത് കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്ത് വരും. അല്ലാത്ത പക്ഷെ ഞങ്ങളെ കുട്ടി നല്ല ഡീസന്റ് ആട്ടാ. ഞാൻ ബീച്ചിൽ പോണത് ഒരേ ഒരു കാര്യത്തിലാണ്, ഇത് ഉപ്പിലിട്ടത് കഴിക്കാനാണ്. എന്നത്തെ പോലെ ഞാൻ അത് മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. അവളുടെ നാക്കിലും തട്ടിച്ചു കൊടുത്തേ ഉള്ളൂ. അവളുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ? പിന്നീണ്ടല്ലോ എന്റെ കുഞ്ഞിപ്പെണ്ണിന് താഴെ 2 പല്ല് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നല്ല കടിയാട്ട അവള്. ശക്തികുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്നായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ബീച്ചില് കടകളും കുറവായിരുന്നേ. ബീച്ചിൽ നേരെ വാടിയിലുള്ള ഹാർബറിലേക്കാണ് പോയത് മീൻ കാണാനായിട്ട്. ഞങ്ങളുടെ നാട്ടില് ചേറ്റുവല ഹാർബർ ഉണ്ടെങ്കിലും ഇത്രയും വലിയ ഹാർബർ അല്ല കേട്ടോ. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോ ഞെട്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണോണ്ട് ആ ഞെട്ടൽ അങ്ങോട്ട് മാറി. ഇപ്പൊ എന്റെ ചേച്ചി ആദ്യമായിട്ട് പോണോണ്ട് തന്നെ അവള് ഞെട്ടിട്ടാ മീൻ കണ്ടിട്ട്. പക്ഷെ ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരുന്നോണ്ടാ ഞാൻ വരാറില്ലതിനെ കാട്ടി. അപ്പോഴേ ഈ വീക്കിൽ ടോപ്പ് കമന്റർ ആരാന്ന് അറിയണ്ടേ? സ്വപ്ന രഞ്ജിത്താണ്. വേഗം തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാട്ടോ ഇൻസ്റ്റയില്. ഇതുവരെക്കും ഗീവ് അവേ കിട്ടാതെ ആരും വിഷമിക്കണ്ട. നാളെ തന്നെ അടുത്ത ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു വി പാർക്കിലേക്കായിരുന്നേ. എന്തെങ്കിലും ഞം തിന്നാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോ ഞങ്ങൾക്ക് ഒന്നും തിന്നാൻ തോന്നിയില്ല. ഞാനും ചേച്ചിയും പിന്നെ ഒരു ചായ കുടിച്ചു കേട്ടോ. നല്ല ചായ ആയിരുന്നേ. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ്. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ലിങ്ക് എന്തായാലും താഴെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. പിന്നെ ഒരു സത്യം ഞാൻ പറയട്ടെ, ഇത് ഞാൻ മേടിച്ച ടോപ്പല്ല, ഇതെന്റെ ചേച്ചി എനിക്ക് മേടിച്ചിരുന്ന ടോപ്പാണ് കേട്ടോ. കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ തന്നെ വിനു അതിനെ ആട്ടി അവസാനം കുഞ്ഞിപ്പെണ്ണ അവൻ ഉറക്കിയിട്ടിട്ടാ. അവൾ ഉറങ്ങിയോണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ലേ, വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിട്ടാ. ചായ കുടിച്ചിട്ട് അധികം നേരമായില്ലെങ്കിലും ഞങ്ങൾക്ക് പിന്നെയും ദാഹിച്ചേ. പിന്നെ പോർണ വഴിക്ക് ചിന്നക്കടയെന്ന് ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അപ്പോഴേക്കും നല്ല ഉറക്കമായേ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.